ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡോക്ടർമാരെ ഇരിക്കുന്നത് പോലെ തന്നെ മെക്കാനിക്കിൻ്റെ കയ്യിലും ഒരു ടെലസ്കോപ്പ് ഉണ്ട് ഗായ്സ്. അപ്പോൾ ഇതാണ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. ഇത് ടൂൾസ് കടയിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ മെക്കാനിക്കിനൊക്കെ നല്ലൊരു യൂസ്ഫുള്ളാണ് ഈ ഒരു ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. ഈ ടെലസ്കോപ്പിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വീൽ ബെയറിങ്സ്, എൻജിൻ ബെയറിങ്സ്, ബെൽറ്റ് ടെൻഷനർ ബെയറിങ്സ്, ഈ ബെയറിംഗ് ഭാഗങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയുന്ന, ഇപ്പോൾ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ടെലസ്കോപ്പാണിത്. അപ്പോൾ ഈ ടെലസ്കോപ്പ് വെച്ച് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇൻഡിഗോ ECS പെട്രോളിൻ്റെ AC-യുടെ ബെൽറ്റ് ടെൻഷനർ ബെയറിംഗ് കംപ്ലൈൻ്റ് ആണ്. നമുക്കിപ്പോൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിക്ക് നോയ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റർ ബെൽറ്റ് ടെൻഷനർ ബെയറിങ്ങും ഇതുപോലെ ചെറിയൊരു നോയ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് വെച്ച് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോവുകയാണ് എങ്ങനെയാണ് ഇത് വെച്ച് ചെക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. സ്റ്റാർട്ട് ചെയ്യ്. ഗൈസ്, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എൻജിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു നോയ്സ് കേൾക്കാം. ഞാൻ ക്യാപ്ചർ ചെയ്യാൻ നോയ്സ്. ഗൈസ്, അങ്ങനെ വണ്ടി സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഈ ടെലസ്കോപ്പിൻ്റെ എൻഡ് വെച്ചിട്ട് നമുക്ക് ഈ ബെയറിങ്ങിൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല രീതിക്ക് നോയ്സ് ഉണ്ട്, നല്ല രീതിക്ക് ബെയറിങ് പോയ നോയ്സ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെവിയിൽ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് അറിയാൻ പറ്റും ഏത് ബെയറിംഗ് ആണ് പോയതോ ആ ബെയറിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ AC ബെൽറ്റിൻ്റെ ടെൻഷനർ ബെയറിംഗ് ആണ് പോയത്. ഈ AC ബെൽറ്റിനെ നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് നിർത്തുന്ന ഈ ബെയറിംഗ് ആണ്. ഈ ബെയറിംഗ് നമുക്ക് ചേഞ്ച് ചെയ്ത് മാറി കൊടുക്കണം. അതുപോലെ തന്നെ ഇത് ഓൾട്ടർനേറ്റർ, പവർ സ്റ്റിയറിംഗ് പമ്പിൻ്റെയും കൂടി ഉള്ള ഒരു ബെൽറ്റ് ടെൻഷനർ ബെയറിംഗ് ആണ് ബെൽറ്റിൻ്റെ. ഈ ബെയറിങ്ങിൽ വലിയ കംപ്ലൈൻറ്റ് കാണുന്നില്ല. അപ്പോൾ ഈ ബെയറിങ് നമ്മളിപ്പോൾ ഇളക്കി നോക്കുക, കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാറും. മെയിനായിട്ട് കംപ്ലൈൻറ്റ് ഉള്ളതെന്ന് വെച്ചാൽ AC-യുടെ ബെൽറ്റ് ടെൻഷനർ ബെയറിംഗ് ആണ്. അപ്പോൾ ഈ ബെയറിംഗ് നമ്മളിപ്പോൾ 2 ബെയറിംഗ് നമുക്കിപ്പോൾ ഇളക്കി കൊടുക്കാം. ഏത് ബെയറിംഗ് ആണ് നല്ല രീതിക്ക് പോയിട്ടുള്ളതെന്ന് നോക്കി ആ ബെയറിംഗ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. വണ്ടി ഓഫ് ചെയ്യ്. ആദ്യം തന്നെ നമുക്ക് വലത് സൈഡ് വീൽ അഴിച്ച് മാറ്റിയതിന് ശേഷം ഈ എൻജിനൊരു കവറുണ്ട്. ബെൽറ്റിലൊന്നും പൊടിയും മണ്ണും കമ്പും ഒന്നും അടിച്ച് കയറാതിരിക്കാൻ വേണ്ടി എൻജിനിലോട്ടൊരു കവർ വെച്ചിട്ടുണ്ട്. ഈ കവറൊന്ന് അഴിച്ച് മാറ്റണം ഗൈസ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കവറിൽ 2 10-ൻ്റെ ബോൾട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ടെൻഷനർ എന്ന് വെച്ചാൽ ഈ നെട്ടൊന്ന് ആദ്യം ഒന്ന് ലൂസ് ചെയ്ത് കൊടുത്ത് അടിയിലൊരു ബോൾട്ടുണ്ട്, അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ടെൻഷനർ താഴോട്ട് ലൂസായി ഇളകി വരും, ബെൽറ്റ് ലൂസായി. അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ലോക്കും കാര്യങ്ങളെല്ലാം വിടിയിപ്പിച്ചിട്ട് ബെൽറ്റ് ഒന്ന് ലൂസ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ടെൻഷനർ രണ്ടും നമുക്ക് അഴിച്ചെടുക്കാം ഗൈസ്. അങ്ങനെ ബെൽറ്റ് ടെൻഷനറൊക്കെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് AC-യുടെ ബെൽറ്റ് ടെൻഷനർ ബെയറിങ് ഇപ്പോൾ കറക്കി കാണിച്ചു തരാം. നോയ്സ് കേട്ടോ ഗൈസ്. ഇപ്പോൾ ബെയറിങ് മാത്രമായിട്ട് നമുക്കിപ്പോൾ മാറാൻ കഴിയത്തില്ല. അപ്പോൾ ഫുള്ളി അടക്കമാണ് കിട്ടുന്നത്. ഇത് ഫിക്സഡ് ആണ് വരുന്നത്. ഫുള്ളി തേയ്മാനമൊക്കെ ഉണ്ട്. അപ്പോൾ സെറ്റായിട്ടാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ബെൽറ്റും ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. ബെൽറ്റും ഇതിൻ്റെ കൂടെ തന്നെ 2 ബെൽറ്റും മാറും. ഓൾട്ടർനേറ്റർ ബെൽറ്റും ഒന്ന് AC ബെൽറ്റുമാണ്. ഓൾട്ടർനേറ്റർ ബെൽറ്റിൽ കൂടി തന്നെ പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പും ഇതിൻ്റെ കൂടെ തന്നെ കറങ്ങും. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റർ ബെൽറ്റ് ടെൻഷനർ വലിയ കംപ്ലൈൻ്റ് ഇല്ല. എന്ന് വെച്ചാൽ തേയ്മാനമുണ്ട് പുള്ളിയിൽ, ടെൻഷനർ ബെയറിംഗ് പുള്ളിയിൽ. ഇതാണ്ട് ഈ ഭാഗത്തൊക്കെ കുഴിഞ്ഞു പോയിട്ടുണ്ട് കറങ്ങി. അപ്പോൾ ഇതും അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്യും.
മുകളിലേക്ക് റൈസ് ചെയ്ത് നോക്കുന്നുണ്ട്. ഒരു നോയ്സും അധികമില്ല, നല്ല സൈലൻറ്റ് സൗണ്ടാണ്, നല്ല സ്മൂത്തിനായിട്ട് കറങ്ങുന്നുണ്ട് എല്ലാം. കേസ് അപ്പോൾ ഇത് പഴയ മോഡൽ ഇൻഡിഗോയാണ്, ECS പെട്രോൾ വേരിയൻ്റാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതൊരു 5000-10000 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ ബെൽറ്റ് ഓട്ടോമാറ്റിക്കായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ലൂസായി സൗണ്ടിന് ചെറിയൊരു വ്യത്യാസം വരും. അപ്പോൾ ജസ്റ്റ് വർക്ക്ഷോപ്പിൽ കൊടുത്ത് നിങ്ങൾ ബെൽറ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ടൈറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് ഇതിൽ വരുന്നത്. പുതിയ മോഡലാണെങ്കിൽ ഓട്ടോമാറ്റിക് ടെൻഷൻ ഇതിലുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ടൈറ്റ് ആവും. ഗൈസ്, അങ്ങനെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെയുള്ള പുതിയ അറിവുകൾ നിങ്ങളോട് അടുത്തെത്തുവാൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഇതുപോലെയുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബൈ, സി യു.